വീണ്ടും നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവുമായി സംസ്ഥാന സർക്കാർ. തിരുവനന്തപുരം കായിക ഭവന്റെ ഒന്നാം ഘട്ടമാണ് പാതി പണി പോലും പൂർത്തിയാക്കാതെ ഉദ്ഘാടനം ചെയ്യുന്നത്. അല്പസമയത്തിനകം കായിക ഭവന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പല നിർമ്മാണം പൂർത്തിയാകാത്ത കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം കായിക ഭവന്റെ കാര്യത്തിൽ എന്താണ് നടക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം, തിരഞ്ഞെടുപ്പ് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ പരമാവധി ഉദ്ഘാടനങ്ങൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാരിന് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കായിക ഭവനത്തിലാണ്. ഇതിൻ്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. അതായത് 11 മണിക്കാണ് ഈ കായിക ഭവൻ്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനം കായിക മന്ത്രി നിർവഹിക്കുക, വി അബ്ദുറഹ്മാൻ നിർവഹിക്കുക. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാം, ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പണിയും പൂർത്തീകരിച്ചിട്ടില്ല. പകുതി പോയിട്ട് കാൽഭാഗം പണി പോലും പൂർത്തിയാക്കാതെയാണ് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു പണിയും വൈദ്യുതി പോലും പൂർത്തീകരിച്ചിട്ടില്ല, ലിഫ്റ്റിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, ശൗചാലയം ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല. വെറുതെ ഒരു ബിൽഡിംഗ് മാത്രം ഉണ്ടാക്കി. ഇപ്പോൾ ഇനിയും ഒരുപാട് പണികൾ പൂർത്തീകരിക്കാനുണ്ട്. ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കി ഇപ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന പേരിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയ, നമുക്കറിയാം, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉദ്ഘാടന മാമാങ്കം പല ഇടങ്ങളിലും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ കായിക ഭവൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതായത് 7 നില കെട്ടിടമാണ് ഈ കായിക ഭവൻ ഉള്ളത്. ഈ കായിക വകുപ്പുകളെ, വിവിധ കായിക ഇനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെ ഈ 7 നിലയിൽ ഒരു 3 നില പോലും പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോൾ വെറും 3 നില മാത്രമാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ടൈൽസ് പാകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ചുമര് ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിനപ്പുറം മുന്നോട്ട് ഒരു പണിയും പോയിട്ടില്ല. പെയിൻറ്റിങ് പോലും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. വൈദ്യുതി ലഭിച്ചിട്ടില്ല, ലിഫ്റ്റില്ല, ശുചീകരണ ശൗചാലയങ്ങൾ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. പൂർണ്ണമായും ഇപ്പോൾ പണി നടക്കുന്നതിൻ്റെ ലക്ഷണമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്നും പൂർത്തീകരിക്കാതെ അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും തമാശയുള്ള ഒരു കാര്യം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഉദ്ഘാടന മാമാങ്കം ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന ഈ ഒരു കായിക ഭവൻ കെട്ടിടം ഉള്ളത്. എന്തായാലും വളരെ തമാശയായി തന്നെ നമുക്ക് ഇത് കാണാൻ കഴിയും. ഇവിടെ വരുമ്പോൾ വളരെ കോമഡി തന്നെയാണ്. കാരണം ഒരു പണിയും പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇവിടെ എത്തുമ്പോഴാണ് അതിൻ്റെ കൃത്യമായി ഈ വിഷ്വലൊക്കെ കാണുമ്പോഴാണ് കൃത്യമായി തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സർക്കാരിൻ്റെ ഓരോ കാട്ടിക്കൂട്ടൽ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി ഉദ്ഘാടനം നിർവഹിച്ചാൽ ഇത് ഡോക്യുമെൻ്റ് ആകുമ്പോൾ അത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് രേഖകളിൽ വരും. പക്ഷേ കൃത്യമായി ഒരു പണിയും പൂർത്തീകരിക്കാതെ ഉദ്ഘാടനം നടന്നു എന്നുള്ളതാണ് വസ്തുത. ആ രേഖകളിൽ വരുമ്പോൾ അത് അങ്ങനെ ഉണ്ടാകില്ല. ഈ ഒരു കായിക ഭവൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്ന് വരും. അങ്ങനെ വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പല മാമാങ്കങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് രോഹിണി. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.